താന്യം പഞ്ചായത്തിലെ ശാന്തിതീരം പൊതുശ്മശാനം പ്രവർത്തനരഹിതമായതിലും ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി വാങ്ങിയ വാഹനം വെള്ളത്തിൽ നശിച്ചതിലും ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. 2018 പ്രവർത്തനമാരംഭിച്ച പൊതുശ്മശാനം പല കാരണങ്ങളാൽ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. മരണം സംഭവിച്ചാൽ പഞ്ചായത്തിൻ്റെ ശ്മശാനം ഉണ്ടായിട്ടും അതുപകാരപ്പെടാതെ മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനം തേടി പോകേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. 2024-25 വർഷത്തെ പഞ്ചായത്ത് ബഡ്ജറ്റിൽ 24 ലക്ഷം രൂപ വകയിരുത്തി വർഷക്കാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ നിലനിൽക്കുന്ന ശ്മശാനത്തിനോട് ചേർന്ന് ഉയർത്തിയുണ്ടാക്കിയ കെട്ടിടത്തിലും വെള്ളം കയറി കിടക്കുകയാണ്. വർഷക്കാലത്ത് വെള്ളം കയറുന്ന അളവിനു മുകളിലേക്ക് ഉയർത്തി പണിയേണ്ടിയിരുന്ന തറനിരപ്പ് ഏതാനും ഇഞ്ചുകൾ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ഹരിതകർമ്മസേനയ്ക്ക് വാങ്ങിയ വാഹനം വെള്ളം കയറി നശിച്ചു കിടക്കുകയാണ്. വീണ്ടും പണം ചെലവാക്കി ജനത്തിന് ഉപകാരപ്പെടാത്ത രീതിയിലുള്ള ശ്മശാനം നിർമ്മാണത്തിനെതിരെയും സ്ഥിരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാത്തതിനെതിരെയാണ് ബി.ജെ.പി. പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിൽ ബി.ജെ.പി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് വി. വിനോബ്, ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, വൈസ് പ്രസിഡന്റ് സി.ആർ. രാധിക, സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കാരയിൽ, കവിത ഷൺമുഖൻ, ജി. ജയശങ്കർ എന്നിവർ പങ്കെടുത്തു. 2018 കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തു, ഒരുപാട് പൈസ ഇറക്കി. പക്ഷേ ഇതിന്റെ മൂല്യം ജനങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഏത് സമയത്തും വിളിച്ചാൽ എടുക്കാൻ ഫോണിനുള്ള ആളില്ല, അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ സാഹചര്യത്തിൽ വലപ്പാട് പഞ്ചായത്ത്, എടമുട്ടം പഞ്ചായത്ത്, മണലൂർ പഞ്ചായത്ത്, വടൂക്കര ഇങ്ങനെയുള്ളൊരു ഭാഗത്തേക്ക് നമ്മൾ ഈ താന്യം പഞ്ചായത്തിലെ മരണത്തിന് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹായിക്കേണ്ട ഒരു അവസ്ഥ, ആ കുടുംബത്തെ സഹായിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴല്ല, മരണം സംഭവിക്കുമ്പോൾ ഒരു നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിൽ ജനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ ഭരണം കൈയാളുന്ന പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ സമയത്ത് അതിന് സഹായം കൊടുക്കുക എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ക്രിമിറ്റോറിയം വേണ്ടുന്ന വിധത്തിൽ ഇതിനെ സംരക്ഷിക്കുകയോ ഇതിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറിൽ സജ്ജമാക്കാനോ ഇന്ന് വരെ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല.